ശിവകുട്ടി നമ്മുടെ മേയർ എന്ന് വെച്ചാൽ ശ്രീലത മേഡം ഞങ്ങളുടെ LIC ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ ഉള്ളതാണ്. അവരെ മോളാണ് വന്നത്. ആ കൊച്ചു വന്ന് അവിടെ ഉദ്ഘാടനം ചെയ്തിട്ട് പോയി. എന്തെങ്കിലും ഒരു പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഏതെങ്കിലും ഒരു കാര്യം ആ കൊച്ചു അവിടെ ഇത് പറഞ്ഞാൽ അമ്മയുടെ ആവശ്യം പറയാറ്. ഞാൻ പറഞ്ഞിപ്പം ഇയാളെടുത്ത് ആവശ്യം പറയേണ്ട കാര്യമില്ല. ഞാൻ മേയറെ കണ്ട് മേയറെടുത്ത് പറഞ്ഞത് നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു മേയറായിട്ട് ഇതുവരെ തോന്നിയിട്ടുണ്ട്. 3 മാസമാണെങ്കിൽ ഇപ്പോൾ 3 വർഷത്തെ ഒരു പ്രവർത്തനം ചെയ്തിട്ടുണ്ട് പുള്ളി. നമ്മുടെ ഈ അനധികൃതമായിട്ടുള്ള ഈ പാർക്കിംഗ് ഫീസ് സാധാരണ ഒരു മേയർ വന്നാൽ ഓടി അങ്ങ് സ്റ്റേജിൽ പോകും. ഇത് അങ്ങനെയല്ല. ഞങ്ങളുടെ ഇടയിൽ വന്ന് എല്ലാവരുടെയും കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയ ശേഷമാണ് അയാൾ പ്ലാറ്റ്ഫോമിലേക്ക് കയറിപ്പോയത്. അങ്ങനെ പറയാൻ പോയാൽ ബന്ധുവാണ്. ബന്ധു പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ സത്യം പറയാം ഇല്ലേ, അവൾ ഒന്നാമത് അവൾ പ്രായത്തിൽ കുറവാണ്. രാജേന്ദ്രനെ വെച്ച് നോക്കുമ്പോൾ 100% നല്ല രീതിയിലാണ്. അല്ലാതെ പിണറായിയോ മറ്റുള്ളവരെ ആരും അല്ല അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ജനങ്ങളുടെ കാശിൽ നിന്നാണ് ശമ്പളം വാങ്ങുന്നത്. രാജേന്ദ്രൻ ഒന്നുമില്ല. രാജേന്ദ്രൻ കയറി ഒരാഴ്ചക്കകത്തല്ലേ ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ പൈസ എഴുതിയെടുത്തു. രാജേന്ദ്രനെ നോക്കുമ്പോഴത്തേക്കും ഇത് എത്രയോ വ്യക്തം എന്ന് പറയാം. വേറെ ഞാൻ കരമരാജ്യത്ത് നമുക്കറിയാം, ഞങ്ങൾ കരമരയിരിക്കുന്നതുകൊണ്ട് ഏത് കാര്യത്തിനും ഓടി വരുന്ന ഒരു പേരാണ്. നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. പിന്നെ വേറെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ ഫേസ്ബുക്കിലും ഈ പേപ്പറിലും കണ്ട നല്ല കാര്യങ്ങളാണ് ചെയ്തതാണ്. ഞാൻ ഇപ്പോൾ ഈ വീട്ടിന് വേണ്ടി ഞങ്ങളെ പുത്തരിക്കടത്ത് വിളിച്ച് സാധാരണ ഒരു മേയർ വന്നാൽ ഓടി അങ്ങ് സ്റ്റേജിൽ പോകും. ഇത് അങ്ങനെയല്ല. ഞങ്ങളുടെ ഇടയിൽ വന്ന് എല്ലാവരുടെയും കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയ ശേഷമാണ് അയാൾ പ്ലാറ്റ്ഫോമിലേക്ക് കയറിപ്പോയത്. ഞാനും അതിൻ്റെ ഒരു സാക്ഷിയാണ്. അപ്പം അതുകൊണ്ട് നല്ല കാര്യങ്ങളാണ് അയാൾ ചെയ്തത്. എനിക്കിപ്പോൾ 59-60 വയസ്സായി. ഈ മേയർ എന്ന് പറയേണ്ടവരെ നമ്മൾ നേരെ അത് കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ആ പയ്യൻ നേരെ കയറി വന്ന് ഞങ്ങളുടെ ഇടയിൽ വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് അങ്ങോട്ട് കയറിപ്പോയത്. ഈ പേപ്പറിലൊക്കെ കാണുന്നത് നല്ല കാര്യങ്ങളാണ് ചെയ്തത്. ജനങ്ങൾ ആഗ്രഹിച്ചൊരു മേയറാണോ വന്നത്? മേയർ ആഗ്രഹിച്ച് അങ്ങനെ പറയാൻ അതല്ല, ജനങ്ങൾ ആഗ്രഹിച്ച അത് ഒരു കണക്ക് ശരിയാണ്. ഇതെന്നറിയോ, ഇത് നമ്മുടെ ഇപ്പം അന്ന് ഞാൻ പോയപ്പോൾ എത്രയോ പേരുണ്ട് പാവങ്ങൾക്ക് 3-4 വർഷം കൊണ്ട് വസ്തുണ്ട്, വീട് കിട്ടണില്ല. അവർക്കാണ് 20,000 പേർക്ക് വേണ്ടി വീട്ടിന് വേണ്ടി അവിടെ കൊടുത്തത്. എത്ര പേര് എന്താ പറയുക സന്തോഷത്തോടെ അവർ ആ പെർമിറ്റ് കിട്ടിയ ലെറ്റർ വാങ്ങിക്കൊണ്ട് പോയത്. എന്തായാലും 4 ലക്ഷം രൂപ എന്ന് പറയുന്നത് നമുക്ക് ചുമ്മാ കിട്ടുന്നതാണോ? ആരുമില്ല. ഈ 4 ലക്ഷം വെച്ച് അവർ പറയണത് എന്തെന്ന് വെച്ചാൽ ഈ 4 ലക്ഷം വെച്ച് വീട് വയ്ക്കാൻ പറ്റില്ല. മേയർ പറഞ്ഞത് നിങ്ങൾക്ക് ഇത് വെച്ച് നിങ്ങളുടെ കൗൺസിലറുമായിട്ട് കണക്ട് ചെയ്ത് ആരെയെല്ലാമോ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഒരു വീട് വയ്ക്കണമെന്ന് വിചാരിച്ചു, നമ്മളെ സഹായിക്കാൻ അതിന് വേറെ ആളുകൾ കൗൺസിലർ നമ്മളെ ഏർപ്പാട് ചെയ്ത് തരും. അങ്ങനെ നിങ്ങൾക്കൊരു പരിധി വരെ ബാക്കി പൈസ കൊണ്ടിട്ട് വീട് വയ്ക്കാമെന്നുമാണ് ആ വ്യക്തി പറഞ്ഞത്. ഏതുവരെ ഏതെങ്കിലും ഒരു മേയർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ താമസിക്കും വീടിൻ്റെ ഫ്രണ്ടിലാണ് ശിവകുട്ടി നമ്മുടെ മേയർ എന്ന് വെച്ചാൽ ശ്രീലത മേഡം ഞങ്ങളുടെ LIC ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ ഉള്ളതാണ്. അവരെ മോളാണ് വന്നത്. ആ കൊച്ചു വന്ന് അവിടെ ഉദ്ഘാടനം ചെയ്തിട്ട് പോയി. എന്തെങ്കിലും ഒരു പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഏതെങ്കിലും ഒരു കാര്യം ആ കൊച്ചു അവിടെ നിന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് മുമ്പ് എന്തൊക്കെയാണോ അവർ നടത്തിയത് ആ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ട് പോയത്. പക്ഷെ ആ കൊച്ചു നല്ല കൊച്ചെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് അങ്ങനെയുള്ള വാർത്ത അതിൻ്റെ ഇത് വന്നിട്ടില്ല. ഞാൻ അതാണ് പറഞ്ഞത്. അതാണ് നമുക്കൊന്ന് പറയാം. ഇപ്പൊ BJP കോർപ്പറേഷൻ പിടിച്ചു. VV രാജേഷ് മേയർ എങ്ങനെ ഉണ്ടാണ്? VV രാജേഷ് നമുക്ക് കറക്റ്റായിട്ടൊന്നും ശരിക്കൊന്നും അറിയില്ല. പക്ഷെ നമ്മളിപ്പോൾ പേപ്പറിലും ഇതിലുമൊക്കെ വരുന്നതൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു മേയറായിട്ട് ഇതുവരെ തോന്നിയിട്ടുണ്ട്. പൊതുവേ ഉള്ള കാര്യങ്ങളൊക്കെ 1-2 കാര്യങ്ങൾ ആറ്റുകാലിൽ പാർക്കിംഗ് അതിൻ്റെ അതുമാതിരി വേറെ 1-2 അതെനിക്കറിയില്ല കറക്റ്റായിട്ട്. സോ പൊതുവേ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ആളായിട്ട് തോന്നുന്നുണ്ട്. ഇതുവരെ വേറെ പ്രത്യേകിച്ചൊരു ആക്ഷേപങ്ങളൊന്നുമില്ല. എല്ലാവരെയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ളൊരു ശ്രമമുണ്ട്. സോ നന്നായിരിക്കും വിചാരിക്കുന്നു. മുൻ മേയറെ വെച്ച് നോക്കുമ്പോൾ, മുൻ മേയർ രാജേന്ദ്രനെ വെച്ച് നോക്കുമ്പോൾ രാജേന്ദ്രനെ വെച്ച് നോക്കുമ്പോൾ 100% നല്ല രീതിയിലാണ് പുള്ളിക്കാരി. ഞാൻ വിചാരിച്ച ആദ്യം ഒരു യങ് ആ രീതിയിൽ ഒരു നല്ല ഇതായിരിക്കും. കാരണം ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പുള്ളിയുടെ ഇതായിരിക്കില്ല, പാർട്ടിയുടെ ഇതായിരിക്കും. പുള്ളിക്കാരിയെ വെച്ച് എന്തെങ്കിലും ചെയ്തതായിരിക്കും. അവസാനത്തെ UK പോയി, അതൊക്കെ മഹാമോശമായിപ്പോയി. ട്രാൻസ്പോർട്ട് ബസ് അതെല്ലാം മഹാമോശമായിപ്പോയി. പക്ഷേ ഈ സോഫാർ
രാജേഷും ഒക്കെ. ഇപ്പൊ വലിയ പ്രശ്നമില്ല, കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങണുണ്ട്. അത് വിളിച്ച് നമ്മളെ മുൻ മേയറെ വെച്ച് നോക്കുമ്പോൾ അത് നോക്കുമ്പോൾ എത്ര ബെറ്ററാണ്. ആര്യ രാജേന്ദ്രനെ നോക്കുമ്പോഴത്തേക്കും ഇത് എത്ര ബെറ്ററാണ് എന്ന് പറയാം. അത് എൻ്റെ ഒരു ബന്ധുവും കൂടാണ്. മുടവ് മുകളിൽ ആര്യ രാജേന്ദ്രൻ, അവളുടെ അച്ഛനും എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മോൻ കെട്ടിയിരിക്കുന്ന അവളെ മാമിയുടെ മോളെയാണ്. അപ്പം അങ്ങനെ പറയാൻ പോയാൽ ബന്ധുവാണ്. ബന്ധു പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതാ സത്യം പറയണം ഇല്ലേ. അവൾ ഒന്നാമത് അവൾ പ്രായത്തിൽ കുറവാണ്. അവൾക്ക് രാഷ്ട്രീയം പതിച്ച് വലിയ പരിചയമുള്ള കൊച്ചല്ല അല്ലേ. 10-23 വയസ്സെന്നൊക്കെ പറയണത് അത്ര ഇത്തിരി പ്രായമുള്ളവരാകുമ്പോൾ അതിൻ്റെ പക്വതയും കാര്യങ്ങളൊക്കെ കാണും. അപ്പോഴേ LDFിൻ്റെ ആളില്ലാത്തത് കൊണ്ട് പേരാക്കി പുഷ്പലതയാണ് ആവേണ്ടത്. ഇപ്പൊ ഈ തോക്കാൻ കാരണം LDF കോൺഗ്രസ് ഇതില് നോക്കാന്ന് പറഞ്ഞാൽ അവരെ പ്രവൃത്തി ദോഷം. തോക്കാൻ കാരണം അത് തന്നെയാണ്. ആര്യ ഞാനൊരു ആവശ്യത്തിന് ആര്യ രാജേന്ദ്രനെ കാണാൻ വീട്ടിൽ പോയിരുന്നതാണ്. ഞാൻ വീട്ടിൽ പോകാതെ ഇവിടെ പോയപ്പോൾ കോർപ്പറേഷനിൽ പോയപ്പം ഞാൻ അവളെ കാണണമെന്ന് പറഞ്ഞ് പോയതാണ്. പോയപ്പോൾ അവിടെ നിൽക്കണ ആ പയ്യൻ പറഞ്ഞ് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നിങ്ങളൊരു കാര്യം ചെയ്യും, അവിടെ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ടിരുന്ന പയ്യനാണ്. അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഒരു ലെറ്റർ ഒരു തുണ്ടെഴുത്താ, നേരെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മ ഇവിടെ വർക്ക് ചെയ്യണമെന്ന് കേട്ടോ. ഞാൻ ഒരിടത്തും വർക്ക് ചെയ്യണില്ല, എൻ്റെ വീട്ടിൽ കഞ്ഞിയും കൂട്ടാനും വെച്ചുകൊണ്ടിരിക്കണം. പക്ഷേ എനിക്കൊരാവശ്യമുണ്ട്, അതിനാണ് ഞാൻ വന്നത്. എന്നാൽ കരം എനിക്ക് കുറച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വീട്ടിന് 1300 രൂപ ഇട്ടിരുന്നത്. അപ്പോൾ എനിക്ക് വരുമാനമില്ല, അത് എനിക്ക് കുറച്ച് വാങ്ങിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പയ്യൻ വന്ന്, ഞാൻ അവിടെ തന്നെ ഇരുന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന് കേട്ട് അമ്മയുടെ ആവശ്യം പറയാമെന്ന്. ഞാൻ പറഞ്ഞു, ഇപ്പം ഇയാളുടെ അടുത്ത് ആവശ്യം പറയേണ്ട കാര്യമില്ല, ഞാൻ നേരെ കണ്ട് നേരെടുത്ത് പറഞ്ഞോളാം. അപ്പോൾ എന്നെ കണ്ടിരുന്ന മാമി എന്ന് പറഞ്ഞ് അവൾ വിളിച്ചു ഇരുത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ എൻ്റെ ആവശ്യവും പറഞ്ഞു. അതെനിക്ക് 505 രൂപയാക്കി തരികയും ചെയ്തു, ഇല്ല എന്നല്ല. പക്ഷേ എങ്കിലും നമ്മളിപ്പോൾ ഒരാളെ കാണാൻ പോകുമ്പോഴും നമ്മുടെ ടാക്സിൻ്റെ പുറത്താണ് ഒരു ശമ്പളം വാങ്ങിക്കണം. ശമ്പളം വാങ്ങിക്കണം എന്തിനാണ്? നമ്മളടയ്ക്കുന്ന ടാക്സ്, പിന്നെ നമ്മുടെ നിന്ന് വാങ്ങിക്കുന്ന മറ്റുള്ളതിൻ്റെ വരുമാനത്തിൻ്റെ അല്ല. അല്ലാതെ പിണറായിയോ മറ്റുള്ളവരെ ആരും അല്ല അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ജനങ്ങളുടെ കാശിൽ നിന്നാണ് ശമ്പളം വാങ്ങിക്കുന്നത്. അപ്പം ജനങ്ങൾക്ക് അതിൻ്റേതായ നീതി ചെയ്തു കൊടുക്കണം. എനിക്ക് ചുമന്ന കാറാക്കാൻ വേണ്ടി ഇവളുടെ ഭർത്താവിൻ്റെ ഒരാൾ നന്ദൻകൂട് റേഷൻ കാർഡ് എഴുതുന്നതാണ് എനിക്ക് ചുമന്ന കാർഡാക്കി തന്നതെന്ന് വെച്ചാൽ ഒരുപാട് മരുന്ന് ഞാൻ കഴിക്കണം. അപ്പം അങ്ങനെ എനിക്ക് ആക്കി തന്നു, ഞാൻ വാങ്ങിച്ചു. അതുകൊണ്ട് നേരെ പറ്റി നേരെ വലിയ കുഴപ്പക്കാരനല്ല എന്നാണ് പറയണത്. എൻ്റെ മാമിയുടെ മോളാണ് അവിടുത്തെ, അവർക്ക് ആ വരിയിൽ ടാക്സ് കൊടുക്കാതെയും വാടക കൊടുക്കാതെയും 5 കടയുണ്ട്. ആ ഇരുന്ന കാലത്ത് കെട്ടിയതാണ്, ചാടിയറയല്ല സൈഡിൽ. അതൊക്കെ ഇപ്പൊ പോകുമെന്ന് പറയുന്നത്. നല്ല പ്രവർത്തനമാണ്, നല്ല കഴിവുള്ള ആളാണ്. പിന്നെ എവിടെ എന്ത് പറഞ്ഞാലും അപ്പോഴവിടെ ഓടിയെത്തും, അതിനുള്ള പരിഹാരം ചെയ്യുകയും ചെയ്യും. മാറ്റങ്ങളൊക്കെ കണ്ടുവരുന്നു. 2-3 മാസം ആവുന്നുള്ളൂ. 3 മാസമാണെങ്കിൽ ഇപ്പോൾ 3 വർഷത്തെ ഒരു പ്രവർത്തനം ചെയ്തിട്ടുണ്ട് പുള്ളി. നമ്മുടെ ഈ അനധികൃതമായിട്ടുള്ള ഈ പാർക്കിംഗ് ഫീസ് മാറ്റിയില്ലേ, അത് നമ്മുടെ ഇന്ന് വരെ ആർക്കും അറിഞ്ഞൂടായിരുന്നു. അത് നിർത്തിയിലാക്കി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തില്ലേ. ഇപ്പോൾ ഇത് പുതിയൊരു പദ്ധതി തുടങ്ങുന്നല്ല, ആഹാരം കോർപ്പറേഷനിലെ സ്റ്റാഫുകൾക്ക് കൺസ്യൂമർ പറ്റിയിട്ട് മറ്റേ ഇതുണ്ടല്ലോ, സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പോകും. അതൊക്കെ ഒരു പുതിയ മാറ്റമില്ലേ. ഇതുപോലെ മാറ്റങ്ങൾ കൊണ്ടുപോകാം വരും. നമ്മൾ ഈ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആര്യ രാജേന്ദ്രൻ ഒന്നുമില്ല. ആര്യ രാജേന്ദ്രൻ കയറി ഒരാഴ്ചക്കകത്തല്ലേ ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ പൈസ എഴുതിയെടുത്തത്. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. മാറ്റാത്ത ചവറിനാണ് എഴുതിയെടുത്തത്. മാറ്റാത്ത പൊങ്കാലയ്ക്ക് ഈ വേസ്റ്റ് മാറ്റുന്നതിനാണ് അവർ എഴുതിയെടുത്തത്. അത് നടന്നിട്ടില്ലാത്ത കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് അത്രയ്ക്ക് ചങ്കറപ്പോടെ എഴുതിയെടുത്തേക്കാണ് പൈസ. ആര്യ രാജേന്ദ്രൻ തന്നെയാണോ ഈ LDF തോക്കാൻ ഒരു മെയിൻ കാരണം? ആര്യ രാജേന്ദ്രൻ്റെ അവരുടെ പ്രവൃത്തി, ധാർഷ്ട്യം, അഹങ്കാരം, ഇതെല്ലാം കൊണ്ടാണ് തോറ്റത്.